സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ച് KSSPA. തൊടുപുഴയിൽ നടന്ന പ്രതിഷേധം DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കാത്തത് പെൻഷൻകാരോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പെൻഷൻ പരിഷ്കരണ ദിനമായ ജൂലൈ 1 സംസ്ഥാന വ്യാപകമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായിട്ടാണ് തൊടുപുഴ സബ് ട്രഷറിക്ക് മുന്നിലും സമരം സംഘടിപ്പിച്ചത്. പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, DR കുടിശ്ശിക അനുവദിക്കുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. തൊടുപുഴയിൽ നടന്ന സമരം DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ ഉദ്ഘാടനം ചെയ്തു. ഓരോ 5 വർഷം കൂടുമ്പോഴും അനുസ്യൂതം നടന്നു വരുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിലിരിക്കുമ്പോൾ 11 മാസങ്ങൾക്ക് മുമ്പേ ശമ്പള കമ്മീഷൻ നിയമിച്ചുകൊണ്ട് അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ശമ്പള പരിഷ്കരണം നടപ്പാക്കിക്കൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത്. പിന്നീട് പിണറായി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ വീണ്ടും ഒരു പരിഷ്കരണം കടന്നു വന്നു. 2019 പരിഷ്കരണം. ആ 19 പരിഷ്കരണം കഴിഞ്ഞ് വീണ്ടും 5 വർഷമായിരിക്കുകയാണ്. 5 വർഷമായിരിക്കുന്ന സമയത്ത് ഒരു കമ്മീഷനെ വയ്ക്കുന്നതിനോ പെൻഷൻ ശമ്പള പരിഷ്കരണ നടപടികളെക്കുറിച്ച് ചിന്തിക്കുന്നതിനോ ഈ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്ന ഖേദകരമായ വസ്തുത നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. സംസ്ഥാനത്തെ 5.5 ലക്ഷം ജീവനക്കാരും അതുപോലെ തന്നെ 5.5 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരും ശമ്പളത്തെയും പെൻഷനെയും ആശ്രയിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരാട്ടെങ്കിലും നേടിയെടുത്തൊരു അവകാശം ഹനിക്കപ്പെടുമ്പോൾ, നിഷേധിക്കപ്പെടുമ്പോൾ ചെങ്കൊടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സഖാക്കളോട് ഞങ്ങൾ ചോദിക്കുന്നു, ഇവിടെ നമ്മുടെ ശമ്പള പരിഷ്കരണം? നിങ്ങൾക്കതിന് വേണ്ടിയിട്ടൊരു മുദ്രാവാക്യം ഉയർത്താൻ, അണികളെ സംഘടിപ്പിക്കുവാൻ, പ്രതിഷേധം ഉയർത്തുവാൻ സാക്ഷാൽ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ഞങ്ങൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ സ്ഥാപിച്ചു തരണമെന്ന് പറയാൻ പെൻഷൻ യൂണിയനെ കൊണ്ട് കഴിയുന്നുണ്ടോ സുഹൃത്തുക്കളെ? പെൻഷൻകാരെ അവഗണിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയും ധൂർത്തും മൂലം ജനഹൃദയങ്ങളിൽ നിന്നും സർക്കാർ നിഷ്കാസിതമായിരിക്കുകയാണെന്നും അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ ശക്തമായ തുടർ സമരങ്ങൾ KSSPA നടത്തുമെന്നും TJ പീറ്റർ പറഞ്ഞു. തൊടുപുഴ സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഐവാൻ സെബാസ്റ്റ്യൻ, PS ഹുസൈൻ, സ്റ്റീഫൻ ജോർജ്, ജോളി മുരിങ്ങമറ്റം, ജോജോ ജെയിംസ്, ഗർവാസിസ് K സഖറിയാസ്, ഫ്രാൻസിസ് ജോസഫ്, TU ഫ്രാൻസിസ്, റോയ് T, ജോസ് ആന്റണി, ജോസ് സേവ്യാർ, ഷെല്ലി ജോൺ, SG സുദർശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ ഏത് സ്ട്രീമിൽ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായിക്കൊള്ളട്ടെ, വിദേശത്ത് കുറഞ്ഞ ചിലവിൽ സ്റ്റൈപ്പൻഡോട് കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. കൂടാതെ IELTS, OET എന്നീ കോഴ്സുകളും GTC നിങ്ങൾക്കായി ഒരുക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ A1, IELTS, OET വെറും 5999 രൂപയ്ക്ക്. ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ. പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ്. തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് GTC ഒരുക്കുന്നത്. GTC എഡ്യൂകെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ്, MC റോഡ്, മണ്ണൂർ, കീഴിലം.